പ്രവാസി മലയാളികളുടെ പ്രതീക്ഷയാണ് നമ്മുടെ പ്രവാസി വ്യവസായി MA യൂസഫ് അലി സാർ. പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്രത്തോളം പുണ്യപ്രവൃത്തികൾ അദ്ദേഹം അകമഴിഞ്ഞ് ചെയ്തു കഴിഞ്ഞു. അതിൽ ഏറെ ശ്രദ്ധേയമായത് അബുദാബിയിൽ നടന്ന ഒരു അപകടത്തിൽ ബാലൻ മരിച്ച സംഭവത്തിൽ ജയിലിൽ വധശിക്ഷയും കാത്തുകഴിഞ്ഞ പ്രവാസിയെ നാട്ടിലെത്തിച്ചു എന്നത് തന്നെ. ഇത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. പ്രവാസി മലയാളികളേവരും MA യൂസഫ് അലിക്ക് നിറഞ്ഞ കയ്യടിയാണ് നൽകിയത്. ഇപ്പോഴിതാ അത്തരത്തിൽ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൊറോണ വ്യാപനം കേരളത്തിൽ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ 100-ലേറെ പേർക്ക് കോവിഡ് ബാധിച്ച് പ്രതിസന്ധിയിലായ കണ്ണൂരിലെ അഗതി മന്ദിരം ഏറെ ഞെട്ടൽ ഉളവാക്കിയിരുന്നു. അങ്ങനെ വാർത്തകൾ വന്നതിന് പിന്നാലെ MA യൂസഫ് അലിയുടെ സഹായവും എത്തി. ഒരു പ്രമുഖ മാധ്യമം നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് ലുലു ഗ്രൂപ്പ് 10 ലക്ഷം രൂപ പേരാവൂരിലെ കൃപാലയത്തിലെത്തി കൈമാറിയിരിക്കുന്നത്. അഗതി മന്ദിരം CFLTC ആക്കി മാറ്റി എല്ലാവർക്കും വൈദ്യസഹായം ഉറപ്പാക്കിയെന്ന് ജില്ലാ കളക്ടറും അറിയിച്ചിരിക്കുകയാണ്. തെരുവിൽ അലയുന്നവർ, ആരോരുമില്ലാത്ത പ്രായമായവർ, അങ്ങനെ മാനസിക വെല്ലുവിളി നേരിടുന്നവർ, രോഗികൾ, ഇങ്ങനെ സമൂഹത്തിന്റെ കരുതൽ വേണ്ട ആളുകളെ പാർപ്പിക്കുന്ന ഇടമാണ് പേരാവൂർ തെറ്റുവഴിയിലെ കൃപാഭവനം. 234 അന്തേവാസികളുള്ള ഇവിടെ 100-ലധികം പേർക്കാണ് കോവിഡ് ബാധിച്ചത്. ഇതിൽ 5 പേർ മരിക്കുകയും ചെയ്തു. എന്നിട്ടും സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെന്ന വാർത്തയാണ് പിന്നാലെ വന്നത്. ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഏവരെയും ആശ്വാസത്തിലാഴ്ത്തി MA യൂസഫ് അലി എത്തിയത്. ഭക്ഷണവും മരുന്നും കിട്ടാത്ത സാഹചര്യമുണ്ടെന്ന വാർത്തയറിഞ്ഞ് വ്യവസായി MA യൂസഫ് അലി പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. 10 ലക്ഷം രൂപ ലുലു ഗ്രൂപ്പ് പ്രതിനിധി അഗതി മന്ദിരത്തിലെത്തി കൈമാറിയിരിക്കുകയാണ്. കൃപാലയത്തിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പണം ചിലവഴിക്കുമെന്ന് മാനേജിംഗ് ട്രസ്റ്റി MV സന്തോഷ് അറിയിച്ചു. വാർത്ത ചർച്ചയായതോടെ ജില്ലാ ഭരണകൂടവും അടിയന്തര നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. കൃപാലയം CFLTC ആയി പ്രഖ്യാപിച്ച മുഴുവൻ പേരെയും കോവിഡ് ടെസ്റ്റ് ചെയ്തു. മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് പ്രത്യേകം കൗൺസിലിംഗും നടത്തിയിട്ടുണ്ട്. എന്തായാലും കേരളം ഞെട്ടലോടെ കേട്ട ആ വാർത്തയ്ക്ക് അവസാനം ആശ്വാസമെത്തി. MA യൂസഫ് അലി നമ്മെ കാണുന്നുണ്ട്, നമ്മെ അറിയുന്നുണ്ട്. അദ്ദേഹം സഹായിക്കാൻ ഇനി എപ്പോഴും ഉണ്ടാക്കുമെന്ന ഒരു വാക്കാണ് ഇതിലൂടെ നമുക്ക് നൽകുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.